പുനലൂർ നഗരസഭയുടെ വാതക ശ്മശാനം അടഞ്ഞുകിടക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങളാകുന്നു. തകരാറുകൾ പരിഹരിച്ച ശേഷവും ശ്മശാനം തുറന്നു നൽകാൻ അധികൃതർ തയ്യാറാകുന്നില്ല. പുനലൂരുകാർ ഇപ്പോൾ തെന്മല ഗ്രാമപഞ്ചായത്തിലോ കൊല്ലം പോളയത്തോട്ടിലേക്കോ മൃതദേഹം കൊണ്ടുപോകേണ്ട അവസ്ഥയാണ്. അത്യാധുനിക സംവിധാനങ്ങളോടെ 12 വർഷം മുമ്പ് തുടങ്ങിയതാണ് പുനലൂർ നഗരസഭയുടെ വാതക ശ്മശാനം. ഉദ്ഘാടന ശേഷം ഇടയ്ക്ക് പ്രവർത്തനം നിലച്ചു. 2018 ആധുനിക സംവിധാനങ്ങളോടുകൂടി നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി. ഏറെ കഴിയും മുമ്പ് ഫർണസുകൾക്ക് തകരാറ് സംഭവിച്ചു. ഫർണസുകളുടെ തകരാറുകൾ പരിഹരിക്കുന്നതിനായി 17,10,000 രൂപ ചിലവഴിച്ചു. നവീകരണം പൂർത്തിയാക്കിയതിന് പിന്നാലെ വീണ്ടും പ്രവർത്തനം നിലച്ചു. വീണ്ടും 9 ലക്ഷം രൂപ ചിലവഴിച്ച് മെയിൻ്റനൻസ് നടത്തി. മെയിൻ്റനൻസ് പൂർത്തിയാക്കിയതിനു ശേഷം മാസങ്ങളായി ശ്മശാനം അടഞ്ഞു തന്നെ കിടക്കുകയാണ്. പുനലൂർ നഗരസഭയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ശ്മശാനം സ്മൃതി കുടീരം എന്നൊക്കെ പേരിൽ വലിയ കൊട്ടിക്കൊഴിച്ച് ആഘോഷങ്ങൾ നടത്തിയ ശ്മശാനം ഇന്ന് ശ്മശാനമുഖമായി കിടക്കുകയാണ്. ഇന്ന് പുനലൂർ നഗരസഭാ പ്രദേശത്ത് മൃതദേഹങ്ങൾ ദഹിപ്പിക്കാൻ കഴിയാത്ത ആളുകൾ അല്ലെങ്കിൽ അടക്കം ചെയ്യാൻ കഴിയാത്ത മാർഗമില്ലാത്ത ആളുകൾ അവരുടെ മൃതദേഹങ്ങൾ കൊണ്ട് തെന്മല പഞ്ചായത്തിലേക്ക് പോകേണ്ട ഗതികേടിലാണ്. മാത്രമല്ല, പുനലൂർ പട്ടണത്തിന് താലൂക്ക് ആശുപത്രി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലുണ്ടാകുന്ന അനാഥ മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ മാർഗമില്ലാത്തവയെല്ലാം തെന്മലയിലേക്ക് കൊണ്ടുപോകേണ്ട സ്ഥിതിയാണ്. ഈ ശ്മശാനത്തിൻ്റെ നിർമ്മാണത്തിൽ വ്യാപകമായ അഴിമതിയും ക്രമക്കേട് വന്നുണ്ടായിരുന്നു. അന്ന് പ്രതിപക്ഷം ശക്തമായ അക്കാര്യം ചൂണ്ടിക്കാണിച്ചിരുന്നു. കാരണം ഇതെല്ലാം അന്ന് ഹാബിറ്റാറ്റ് ഏജൻസിയെ കൊണ്ടാണ് ഈ നിർമ്മാണ പ്രവൃത്തികൾ നടത്തിയത്. അതിന് യാതൊരു ടെൻഡറില്ല, യാതൊരു കൊട്ടേഷൻ ഇല്ല. നേരിട്ട് നഗരസഭ ഹാബിറ്റാറ്റിന് നേരിട്ട് കൊടുത്ത കൊട്ടേഷൻ. അന്ന് തന്നെ വലിയ ക്രമക്കേടുകൾ അതിനകത്തുണ്ടായിരുന്നു. അതിലെ അത്യാധുനിക സംവിധാനങ്ങൾ മുഴുവൻ തകരാറിലായിരിക്കുന്നു. അത് പ്രവർത്തിക്കാൻ കഴിയാത്ത അവസ്ഥയായിരിക്കുന്നു. 4 തവണയാണ് അത് കോടിക്കണക്കിന് രൂപ മുടക്കി, ലക്ഷക്കണക്കിന് രൂപ മുടക്കി മെയിൻ്റനൻസ് ചെയ്തത്. ഇപ്പോഴും ഉപയോഗയോഗ്യമല്ലാത്ത നിലയിൽ പുനലൂർ നഗരസഭയ്ക്ക് ഒരു കീറാമുട്ടിയായി പ്രതിവർഷം ലക്ഷങ്ങൾ ചിലവഴിക്കണം. അന്ന് AMC വേണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടതാണ്. പക്ഷേ അതിനൊന്നും തയ്യാറാകാതെ ഹാബിറ്റാറ്റിനെ ഏൽപ്പിച്ച് അതിൻ്റെ പേരിൽ കൊള്ള നടത്തുവാനായിരുന്നു നഗരസഭ അന്ന് തീരുമാനിച്ചത്. അടിക്കടി ഉണ്ടാകുന്ന തകരാറുകൾ പ്രവർത്തനത്തെ സാരമായി ബാധിച്ചു. മെയിൻ്റനൻസ് എടുത്ത കരാറുകൾ ഒരു സ്ക്രൂ പോലും മാറ്റാതെ ബില്ല് മാറിപ്പോയി എന്ന പ്രതിപക്ഷാരോപണം സാധിക്കുന്ന നിലയിലാണ് ഇപ്പോഴത്തെ അവസ്ഥ. മൃതദേഹം തെന്മലയിലേക്കോ കൊല്ലത്തേക്കോ സംസ്കരിക്കാനായി കൊണ്ടു നടക്കേണ്ട അവസ്ഥയാണ് ഇപ്പോൾ പുനലൂർകാർക്ക്. ന്യൂസ് ബ്യൂറോ, പുനലൂർ.